നമ്മളിപ്പോൾ പോകുന്നത് കോട്ടയം കുമളി റോഡിലൂടെയാണ്. വെറുതെ ഇരുന്നപ്പോഴത്തേനും പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. അപ്പം വഴിയെ വിശേഷങ്ങൾ കണ്ടറിയാം. ഈ കാണുന്നത് വളഞ്ഞങ്ങാനം എന്ന് പറയുന്ന സ്ഥലത്തുള്ളൊരു വെള്ളച്ചാട്ടമാണ്. ഇതിന് നമ്മുടെ നാട്ടിൻപുറത്തുള്ള ആൾക്കാർ നിന്നുമുള്ളിപ്പാറ എന്ന് പറയുന്ന ഒരു പേരുകൂടെ ഉണ്ട് ഇതിന്. ഇവിടുത്തെ സ്ഥിര അന്തേവാസികളെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു. ഈ കാണുന്നത് കുട്ടിക്കാനം മരിയൻ കോളേജിന് ഏകദേശം അടുത്തായിട്ടുള്ളൊരു പൈൻമരക്കാടാണ്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഒന്ന് കാണാമെന്ന് വിചാരിച്ച് കയറിയതാണ്. ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്, നോക്കാം. ശരി, ഒന്ന് എടുക്കട്ടെ. കഴിച്ചോ? ഇതാണ് പൈൻ മരം. ഇതിൻ്റെ തൊലി ഇങ്ങനെ നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും. കണ്ടോ, നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ ചെന്നാലും നിലത്ത് നിൽക്കുന്ന സ്വഭാവം ഇല്ലല്ലോ. ഇറക്കട്ടെ. ഇത് ഉണക്കക്കമ്പാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കുട്ടിക്കാനം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. റോഡിലൊക്കെ നല്ല ചൂടാണ്. അപ്പോൾ ആ സമയത്ത് ഈ പൈൻ മരത്തോട്ടത്തിലോട്ട് കയറിയപ്പോഴത്തേനും ഭയങ്കര തണുപ്പാണ് ഇവിടെ. ഇവിടുന്ന് അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയാണ്. ഇത് നമുക്ക് കാണിച്ചു പോകും. ഇവിടെ ഇരിക്കാനായിട്ട് ഇങ്ങനെ ഒരു മുള കൊണ്ടുള്ളൊരു ചെയർ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ ആ മരത്തിൻ്റെ ചുവട്ടിലും ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകുമ്പോൾ അടുത്ത വരേണ്ടത്. ഇനി നമ്മൾ പോകുന്നത് കൈലാസഗിരി എന്ന സ്ഥലത്തേക്കാണ്. അവിടെ ഒരു ടെമ്പിളുണ്ട്. ആ ടെമ്പിൾ ഇരിക്കുന്നത് വളരെയധികം ഭയങ്കര വലിയ ഉയരത്തിലുള്ളൊരു പാറയുടെ മുകളിലാണെന്നാണ് നമുക്ക് വിഷ്ണു പറഞ്ഞത്. അപ്പം വിഷ്ണു ഒന്ന് നേരത്തെ പോയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. വളരെ ഭംഗിയുള്ള സ്ഥലമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണാം. കൈലാസഗിരിയിലേക്ക് പോകുന്ന വഴിയിലെ കാഴ്ചകളാണ് ഈ കാണുന്നത്. ഈ റോഡിൻ്റെ രണ്ട് വശങ്ങളിൽ നല്ല പച്ചപ്പ്, നടുക്കൂടെ റോഡ് പോകുന്നു. ആൾത്തിരക്കും വണ്ടികളും വളരെ കുറവ്. വണ്ടി ഓടിക്കാനും ഓഫ് റോഡ് റൈഡിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇതിലെ വണ്ടി ഓടിക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാര്യം പറഞ്ഞാൽ റോഡ് മൊത്തം ഗട്ടർ, വണ്ടി ശകലം ഓടിക്കാൻ ശകലം പ്രയാസമാണ്. എന്നാലും നമ്മൾ ബൈക്കിന് പോകുന്നതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. നമ്മൾ താഴത്തെ ആ മലയിൽ നിന്നാണ് കയറി വന്നത്. ഇതിലെ ഈ റോഡിൽ കൂടെ ആ മലയുടെ മുകളിൽ അതിൻ്റെ ടോപ്പിലെത്തണം. കൈലാസഗിരിയിലേക്ക് പോയിട്ട് അവിടെ വെച്ച് നോക്കാം. ഇത് കൈലാസഗിരി പാറയുടെ ഏറ്റവും താഴെ വന്നിരിക്കുകയാണ്. ഇനി ഇവിടുന്നൊരു ഈ പാറ ഏറ്റവും മുകളിൽ ചെല്ലണം. മുകളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര കാറ്റാണ്. മുകളിലാണ് കൈലാസഗിരി ടെമ്പിൾ വരുന്നത്. അപ്പം ബൈക്ക് ഇവിടെ വരെ വരുള്ളൂ. ഇതിനവിടുന്ന് മണ്ടലോട്ട് ബൈക്ക് കയറില്ല. അപ്പം മുകളിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കാറ്റാണ്, നല്ല വ്യൂ ആണ്. നമ്മൾ ഇനി ഇവിടുന്ന് നടന്ന് മുകളിൽ കയറണം. അപ്പോൾ നമുക്ക് ചെന്നിട്ട് അവിടുത്തെ വ്യൂ നമുക്ക് കാണാം. എൻ്റെ ഫ്രണ്ട് വിഷ്ണു. അപ്പോൾ ഞങ്ങൾ രണ്ടും കൂടാണ് അവിടുന്ന് യാത്ര ആരംഭിച്ചത്. ഫുൾ ഓഫ് റോഡായിരുന്നു. കട്ടിക്കാരണം വണ്ടി കയറി വരാൻ വലിയ പ്രയാസമാണ്. താഴെ നിന്ന് ഒത്തിരി പേര് ആൾക്കാർ നടന്നാണ് കയറി വരുന്നത്. ഞങ്ങൾ ആ സ്ഥലത്ത് ഞങ്ങൾ വണ്ടി ഓടിച്ച് ഇവിടെ വരെ കയറി വന്നു. ഇപ്പോൾ ഞങ്ങൾ രണ്ടും കൂടെ ഒരുമിച്ച് മുകളിലേക്ക് പോവുകയാണ്. ബാക്കി വെച്ചോ.
ഇതാണ് ഞാൻ പറഞ്ഞ ശൂലം. ഇതുപോലെ മുകളിൽ വരെ നമുക്ക് പോകുന്ന വഴിക്ക് ഇങ്ങനെ ശൂലം കാണാം. ഈ ഓരോ ശൂലം നോക്കി നോക്കി നമ്മൾ പോകേണ്ടത്. അപ്പോൾ നമുക്ക് വഴി കാണിച്ചു തരാം. അതിനപ്പുറം ഒരു പാറയുണ്ട്, അപ്പുറത്തേൻ്റെ തൊട്ടോ. ഇതാണ് കൈലാസഗിരി ടെമ്പിൾ. നമ്മൾ അങ്ങനെ മല കയറി കൈലാസഗിരി ടെമ്പിൾ പോകും. ചെറിയൊരു ക്ഷേത്രമാണ്. ഇവിടെ പൂജകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുള്ളതാണ്. ഇപ്പം ഇവിടെ ആരും ഇല്ല. ഇവിടെ ടൂറിസ്റ്റുകൾ വന്നു പോകുന്നു. പിന്നെ ശിവൻ്റെയും പാർവതിയുടെയും ഒരു ഫോട്ടോ കൂടെ ഉണ്ട്. ഓക്കെ, ഇവിടെ പൊതുവെ ആളുകൾ വരുന്നത് വളരെ കുറവാണ്. ഞങ്ങൾ താഴെ നിന്ന് ബൈക്ക് ഓടിച്ച് വന്നപ്പോഴത്തേനും ഒരു ഫാമിലി, അവർ കാറ് ഏറ്റവും താഴെ ഒരു 2 കിലോമീറ്റർ താഴെ കാറിട്ടിട്ട് അവിടെ നിന്ന് നടന്ന് കയറി വന്നു. അപ്പോൾ ഞങ്ങളത് 1 കിലോമീറ്ററോളം ഞങ്ങൾ ആ പാറയുടെ തൊട്ട് താഴെ വരെ ഞങ്ങൾ ബൈക്കുമായിട്ട് വന്നത്. പക്ഷേ എന്നാലും അവർ ആ പാറയുടെ താഴെ വരെ വരാൻ വരെ 2 കിലോമീറ്റർ നടന്നിട്ടാണ് അവർ വന്നത്. അപ്പം അത്ര മനോഹരമായ ഒരു സ്ഥലമായതുകൊണ്ടാണ് അവർ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വരുന്നത്. ഇതിന് മുകളിൽ വന്നിരിക്കുന്നത് വളരെ റിസ്ക്കാണ്. കാര്യം പറഞ്ഞാൽ താഴെ കൊക്കയാണ്. അപ്പോൾ താഴോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ആളെ ജീവനോടെ കിട്ടത്തില്ല. പരുന്തുംപാറയൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ പരുന്തുംപാറയേക്കാളും ഒക്കെ വളരെ ഭംഗിയുള്ള സ്ഥലം. കണ്ണടയ്ക്കാൻ പേടിയാണ്. കണ്ണടച്ച് കഴിഞ്ഞാൽ താഴെ ഏറ്റവും ടോപ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. എവിടെയൊന്ന് നോക്കി കഴിഞ്ഞാൽ താഴോട്ടുള്ള മലകളെല്ലാം ഇങ്ങനെ കാണാം. താഴെ ഏലപ്പാറ വളരെ ചെറുതാണ്. അതിനകത്ത് ആ ഏലപ്പാറയൊക്കെ നല്ല വല്ലാത്ത കയറണം. ഭയങ്കര കാറ്റാണ്. ഭയങ്കര ആ സൈഡിലോട്ട് പോകാൻ പറ്റില്ല. ഭയങ്കര കൊക്കയാണ്. അത് പോയി കഴിഞ്ഞാൽ പിന്നെ ആളെ കിട്ടത്തില്ല. അപ്പോൾ സമയം കിട്ടുന്നതുപോലെ എല്ലാവരും ഈ സ്ഥലം വന്ന് കാണുക. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.